ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു പായസമാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. കൂടാതെ ഈ പായസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പായസമാണ്. അപ്പം നമുക്ക് ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 2 പൊടികൾ വാങ്ങിക്കേണ്ടതുണ്ട്. ഒന്ന് ബാർലിപ്പൊടിയും ഒന്ന് റാഗിപ്പൊടിയുമാണ്. ആ 2 പൊടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ പായസം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ ബാർലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി, ശർക്കരപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ 4 ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ് അതും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ക്യാരറ്റും ഈന്തപ്പഴവും മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അരമുറി തേങ്ങ ചിരവിയതാണ്. ഈ അരമുറി തേങ്ങ ചിരവിയത് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരവിയതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ പൊടികളൊന്ന് നന്നായിട്ട് കലക്കിയിട്ടെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബാർലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ നോർമൽ വാട്ടറിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാ വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കാം. ബാർലിപ്പൊടിയും റാഗിപ്പൊടിയും ഒക്കെ നന്നായിട്ട് അതിൽ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് കലക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് കലക്കിയെടുക്കണം കേട്ടോ. പാർലിപ്പൊടി ആവട്ടെ അതുപോലെ തന്നെ റാഗിപ്പൊടി ആവട്ടെ, രണ്ടും ഔഷധ ഗുണങ്ങളുള്ള പൊടിയാണ്. നമ്മുടെ ഒരുവിധ അസുഖങ്ങൾക്കൊക്കെയുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ ഈ 2 പൊടികളും. ബാർലിയിലും അതുപോലെ തന്നെ റാഗിയിലും കോമൺ ആയിട്ട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ഇപ്പം ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഈ റാഗിപ്പൊടിയും അതുപോലെ തന്നെ ബാർലിപ്പൊടിയും കലക്കിയെടുത്തത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ബാർലിപ്പൊടിയും അതുപോലെ തന്നെ റാഗിപ്പൊടിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം ഞാനിതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തിളപ്പിച്ച വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു 3 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളത്തിലാണ് റാഗിപ്പൊടിയും അതുപോലെ തന്നെ ബാർലിപ്പൊടിയും കലക്കിയെടുത്തിരുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ജാഗരി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര പൊടിയാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ജാഗരിപ്പൊടിയും അതുപോലെ തന്നെ റാഗിപ്പൊടിയും ബാർലിപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ശർക്കരയാണ് നമ്മൾ ഈ പായസത്തിൽ ചേർക്കുന്നതെങ്കിൽ ശർക്കരപ്പാനി ആക്കിയതിന് ശേഷം നന്നാക്കിയിട്ട് അരിച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ശർക്കരപ്പൊടി നല്ല ശുദ്ധമായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകവും അതുപോലെ തന്നെ ഏലക്കായയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 6 ഏലക്കായും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, അതും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്. നമ്മൾ അരമുറി തേങ്ങയിൽ നിന്നാണ് തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ആ തേങ്ങാപ്പാലും കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാകുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടേണ്ടതുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യൊന്ന് നന്നായിട്ട് ഉരുക്കിയിട്ട് വരട്ടെ. ഉരുക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സുമാണ് ചേർക്കേണ്ടത്. ആദ്യം തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം.
ക്യാരറ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സൊക്കെ അങ്ങനെ തന്നെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ നെയ്യിലൊക്കെ ഒന്ന് വറുത്തിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പായസത്തിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പായസം കുടിക്കുമ്പോൾ നമുക്ക് ഇതങ്ങനെ കഴിക്കുന്നത് പ്രത്യേകിച്ച് അറിയില്ല. പിന്നെ പായസം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ നമ്മുടെ ഈന്തപ്പഴമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാനിത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെയും ബാർലിയുടെയും പായസത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് പ്രത്യേക തന്നെ ഒരു ടേസ്റ്റ് വരുന്നതാണ്. അതുപോലെ റാഗിയും ബാർലിയും ഉപയോഗിച്ച് ഇതുപോലെ ഒരു പായസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ പായസം ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകരുകയാണ്. വളരെ ടേസ്റ്റിയാണ്, അതിലും കൂടുതൽ ഹെൽത്തിയാണ് നമ്മുടെ പായസം എന്ന് പറയുന്നത്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു നല്ലൊരു മരുന്ന് കൂടിയാണ് നമുക്ക് ഈ പായസം എന്ന് പറയുന്നത്. കാരണം നിറം വയ്ക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ഈ റാഗിപ്പൊടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ റാഗിയും അതുപോലെ തന്നെ ബാർലിയും ഉപയോഗിച്ചിട്ടുള്ള പായസം കുടിക്കുന്നത് ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ശരീരത്തിൽ നിറം വയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഭംഗി വർദ്ധിക്കുന്നതിനും നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാം തന്നെ റാഗി അഥവാ ബാർലി പായസം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് റാഗി ബാർലി പായസം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്